നമസ്കാരം. തേങ്ങ എത്ര അരച്ചാലും കറി താളല്ലേ എന്ന് പറയുന്നത് പോലെ ബക്കറ്റ് പിരിവും തട്ടിപ്പുകളും കൊണ്ട് നാണം കെട്ടതിനു ശേഷവും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയ തിരുത്തൽ കർമ്മ പരിപാടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് CPIM. സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെച്ച് പാർട്ടി അഴിച്ചുപണിയാനും പ്രവർത്തന രീതി പരിഷ്കരിക്കാനും ജനങ്ങളെ ആകർഷിക്കാനും പോവുകയാണത്രേ. എന്നാൽ പതിറ്റാണ്ടുകളായി ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും അഴിമതികളും തട്ടിപ്പുകളും കണ്ട ജനങ്ങൾക്ക് ഇതിനു പിന്നിലെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് മനസ്സിലാവും. തങ്ങൾ സംഘടിപ്പിക്കുന്ന ഓരോ സമരത്തിലും സാധാരണ ജനങ്ങളോ ഗുണഭോക്താക്കളോ പങ്കെടുക്കുന്നില്ലെന്നും സ്വന്തം പാർട്ടിയിലെയും പോഷക സംഘടനയിലെയും ആളുകൾ മാത്രമാണ് ഈ സമരാഭാസങ്ങളിൽ വന്ന് ഇരിക്കുന്നതെന്നും പാർട്ടിക്ക് തന്നെ ഇപ്പോൾ സ്വയം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിലും വലിയ തമാശ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന അനധികൃത പിരിവ് സംഘം എന്ന പേരുദോഷം മാറ്റാൻ ഇവർ ശ്രമിക്കുന്നു എന്നതാണ്. ഇനി മുതൽ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ബക്കറ്റും പാട്ടയും പിടിച്ച് പിരിവ് നടത്തരുതെന്നും വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ ചെലവിനായി ഓരോ പാർട്ടി അംഗവും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചുരുങ്ങിയത് 100 രൂപ നൽകണമെന്നുമാണ് പുതിയ തിട്ടൂരം. എന്നാൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ബക്കറ്റും പാട്ടപ്പിരിവും വഴിവിട്ട ഇടപാടുകളും ഇല്ലെങ്കിൽ പിന്നെ എവിടുത്തെ CPIM ആണ്? കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്തുകാരും ഗുണ്ടകളും വരെ സ്വന്തം QR കോഡും ഗൂഗിൾ പേ സ്കാനറും വെച്ച് ബക്കറ്റ് പിരിവ് നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആരുടെ തണലിലാണ്? കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് പാവപ്പെട്ടവന്റെ രക്തം ഊറ്റിക്കുടിച്ചും കൊള്ളയടിച്ചും പാർട്ടിക്ക് വേണ്ടത്ര സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കിയതോടെ സഹകരണ ബാങ്കുകൾ വഴി സഹോദരങ്ങൾ അടിച്ചുമാറ്റിയിരുന്ന കമ്മീഷൻ പണവും നിലച്ചു. മറുവശത്ത് കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടന്നതോടെ ഇതിന്റെയൊക്കെ തണലിൽ കഴിഞ്ഞിരുന്ന പല സഖാക്കളും പണവും ലഹരിയും ഇല്ലാതെ പെട്ടുപോയ അവസ്ഥയിലാണ്. ബ്രാഞ്ച് തലം മുതൽ ഏരിയ തലം വരെ കേവലം ഭരണപരമായ കാര്യങ്ങളും കമ്മീഷൻ അടികളും മാത്രമാണ് പ്രധാനമെന്ന രീതിയിലേക്ക് പാർട്ടി അധംപതിച്ചു എന്ന് ഇവർ തന്നെ സ്വയം വിമർശനം നടത്തുമ്പോൾ അത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന കൂറ്റൻ തോൽവിയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് മാത്രമാണ്. വർഗ ബഹുജന സംഘടനകളെ വെറും വോട്ട് ബാങ്ക് തട്ടിപ്പുകളാക്കി മാറ്റിയവർ എത്രയൊക്കെ വിശാല യോഗങ്ങൾ വിളിച്ചു ചേർത്താലും എത്ര തിരുത്തൽ രേഖകൾ തയ്യാറാക്കിയാലും പഴയ ശീലങ്ങൾ മാറ്റാൻ കഴിയില്ലെന്ന് നാടിന് നന്നായി അറിയാം. ഭരണം കിട്ടുമ്പോൾ ജനങ്ങളെ മറന്ന് അഴിമതിയും ഗുണ്ടായുസവും നടത്തുകയും വോട്ട് പോകുമ്പോൾ പരിഷ്കരണ നാടകങ്ങൾ കളിക്കുകയും ചെയ്യുന്ന CPIMന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ കോഴിക്കോട് മാമാങ്കം കൊണ്ട് പാർട്ടിയുടെ ജീർണത കഴുകിക്കളയാൻ കഴിയില്ലെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവുക തന്നെ ചെയ്യും.